കള്ളക്കഥ ഉണ്ടാക്കി നടക്കുന്ന കള്ളക്കഥയുണ്ട്. അവന്റെ ഓൺലൈൻ കഥകൾ ഉണ്ടാക്കുക. നമ്മുടെ ഹാക്ക് ചെയ്ത് ബുക്ക് ചെയ്തൊക്കെ വെച്ചോണ്ട് അവന്റെ ഓൺലൈൻ കഥയുണ്ട്. കുറെ പണ്ട് ഓൺലൈൻ കഥ ഉണ്ടാക്കിയതാ. സുബ്രഹ്മണ്യന്റെ മോന് ഇങ്ങോട്ടാണ്ട് ആണുങ്ങൾ കയറുന്നു പറഞ്ഞോണ്ട് കണ്ടവന്റെ വീട്ടിലൊക്കെ ആണുങ്ങളെ കയറ്റി വെച്ചോണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ കയറുന്നത് കഥയോ തോന്നിയാസം എടുക്കുന്നോ? തോന്നിയാസം നമ്മുടെ കള്ളക്കഥകൾ ഉണ്ടാക്കുന്നു. ഇങ്ങോട്ട് അവന്റെ മോനെ ഇങ്ങോട്ട് പിടിച്ചു വെച്ചേക്കുന്നു പറഞ്ഞോണ്ട് കള്ളക്കഥയുണ്ട്. നിന്റെ മോനെ ആർക്ക് വേണോടാ കേട്ട കേടുമ്പിന് എങ്ങാണ്ട് കേട്ട കേടുമ്പ് നിന്റെ മോനെ കൊണ്ട് കൊടുക്കണം. നിന്റെ മോന്റെ പെണ്ണുപിള്ളക്ക് പള്ളിപ്പാട്ടുകാർ തിരിച്ചു കൊണ്ട് കൊടുക്കണം. നിന്റെ മക്കളും ചെയ്യണം അവൻ കൊണ്ട് കൊടുക്കണം. നിന്റെ മോനെയൊക്കെ തോന്നിയാസം എടുക്കുന്നോ നീ? ആഹാ, ഞാൻ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നീ എന്തുവാ മോനെയും പെർത്തിക്കെട്ടി നടക്കുന്നവൻ? മോനെയും പെർത്തിക്കെട്ടി എഴുന്നള്ളിച്ചോണ്ട് നടക്കുക. കണ്ട പെണ്ണുങ്ങളുടെ പേരിൽ കഥയുണ്ടാക്കാൻ കുറെ കഥ ഉണ്ടാക്കി വന്നവൻ. അവൻ കഥയൊക്കെ ഉണ്ടാക്കിയവന് ഏതാണ്ടെല്ലാം കഥ ഉണ്ടാക്കിയവന് ഏതാണ്ടെങ്കിൽ വഹിക്കാമെന്ന് വിചാരിച്ചു. എന്റെ സ്വത്തുമതലെല്ലാം അവനങ്ങ് വഹിക്കാമെന്ന് വിചാരിച്ചു. നിന്റെ വിരിപ്പുണ്ടല്ലോ എന്റെ കയ്യിൽ ഫേസ്ബുക്കിൽ. നീ ചീത്ത പിടിക്കുന്നതെല്ലാം പണ്ടും കുറെ രാത്രിയിലെല്ലാം ചീത്ത പിടിച്ചതെല്ലാം എന്റെ ഇരിപ്പുണ്ടാ. നീ ഇവിടെ വന്നിട്ട് കുറെ ഡാൻസ് ഒക്കെ കാണിച്ചത് കല്യാൺ തോക്കെടുക്കുന്നോ? പിന്നെ കല്യാന്റെ തോക്കയുടെ കഥ പിന്നെ എടുത്തോണ്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നതാണോ നിന്റെ മോനെ പള്ളിപ്പാട്ടുകാർക്ക് കൊണ്ട് കൊടുക്കണം. എങ്ങാണ്ട് കെട്ടവർക്ക് നിന്റെ മോനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ലതാ ഒരിക്കലും. പ്രധാനമന്ത്രിയിലേക്കായിരുന്നു പണ്ട് പോലെ ഇന്ന് പോലെ എന്ന് പോകുന്നത്. ഞങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. നിന്റെ കെട്ടകരുമ്പിനെ പിടിക്കാൻ നടക്കുമല്ല. നിന്റെ കെട്ടകരുമ്പിനെ ഇവിടെ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രിയുടെ പെണ്ണുങ്ങളെ എടുക്കലാണ് അവൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ തോന്നിയാസം എടുക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് കഥ പറഞ്ഞു. പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കുന്നത് എമ്മായിക്കവ അവന്റെ കഥയുണ്ടാക്കല് കുറെ. ആഹാ, അവന്റെ കഥ കുറെ കഥക്കാര് പ്ലാനിങ്ങും പ്ലോട്ടിക്കും നടക്കുക. കണ്ടവന്റെ എല്ലാം സ്വത്തും പോലും അടിച്ചു മാറ്റാൻ ഇങ്ങനെ നടക്കുക. അവന്റെ മോനെയും കൊണ്ട് ഇത് പെണ്ണുപിള്ളക്ക് കൊണ്ട് കൊടുക്കാൻ. നിന്റെ മോന്റെ പെണ്ണുപിള്ളക്ക് പള്ളിപ്പാട്ടുകാർ വിരിയെത്തിയതാ. കൊട്ടേഷൻ കഴിഞ്ഞ് പോയാലോ അവള്? കൊട്ടേഷൻ കഴിഞ്ഞ് നിന്റെ മോനെ തോന്നൽ രോഗം കൊണ്ട് ചികിത്സിക്കടാ. നിന്റെ മോനെ നിന്റെയൊക്കെ തോന്നൽ രോഗം കൊണ്ട് ചികിത്സിക്കടാ. ഇങ്ങോട്ട് കയറുന്നുള്ള തോന്നൽ രോഗം നീ കൊണ്ട് ചികിത്സിക്കടാ നല്ലപോലെ. നിന്റെ മോന്റെയൊക്കെ തോന്നൽ രോഗം മാസ്ക് വെച്ച് നീ പോകുമ്പോ കണ്ടവരാണ് എന്റെ കയറുന്നൊക്കെ ഉള്ള നിന്റെ തോന്നൽ രോഗം ഉണ്ടല്ലോ. നല്ലപോലെ കൊണ്ട് ചികിത്സിക്കണം നിന്റെ തോന്നൽ രോഗം. ഞങ്ങൾക്ക് അങ്ങനത്തെ രോഗമൊന്നും ഇല്ലടാ. ഞങ്ങളുടെ മാനമര്യാദക്ക് ഇരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടില്. തോന്നൽ രോഗമൊന്നും ഞങ്ങൾക്ക് ഇല്ലടാ. നീ വലിയ തോന്നൽ രോഗമൊക്കെ ഉണ്ടാക്കിയല്ലോ. പ്രമാണം നിനക്ക് ഭയങ്കര തോന്നലായിരുന്നല്ലോടാ. എന്റെ പ്രമാണം ആർക്കാണ്ട് എഴുതി വെച്ചെന്നോ പ്രമാണം എഴുതി വെച്ചിരിക്കുന്ന കാണണമെന്നോ വസ്തു എഴുതി വെച്ചിരിക്കുന്ന കാണണമെന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഭയങ്കര തോന്നലല്ലോ എന്നല്ലോടാ. നിനക്ക് എന്ത് പറ്റിയടാ? നിന്റെ തോന്നൽ രോഗം എല്ലാം മാറിയില്ലടാ ഇതുവരെ. നിന്റെ തോന്നൽ രോഗം മാറിയില്ലടാ. എന്റെ വസ്തു പ്രമാണം എല്ലാം മാവേലിക്ക മജിസ്ട്രേറ്റ് കോടതിയിൽ കണ്ടില്ലടാ. നിനക്ക് കിട്ടിയായിരുന്നോടാ? നിന്റെ തോന്നൽ രോഗം മാറിയില്ല ഇതുവരെ. നീ എന്തോ തോന്നൽ രോഗം വരുന്നില്ല. എന്റെ വീട്ടിൽ വിട്ടിരിക്കുന്ന എന്റെ പാസ്പോർട്ട് എടുത്തിട്ടാണ് കള്ളക്കഥ പാസ്പോർട്ട് അജേഷിനെ വിട്ടിരിക്കുന്നത്. അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പാസ്പോർട്ട് കൊണ്ട് തന്നില്ലടാ. അവൻ മോട്ടിച്ചുകൊണ്ട് പോയിട്ട് കള്ളക്കഥ വിചാരിച്ചതുപോലെ എന്റെ
പ്രമാണം ഏതാണ്ട് വീട്ടിലിരിക്കുന്ന എന്നെ എല്ലാം പിടിച്ചോണ്ട് പോയി. എന്റെ പ്രമാണം എല്ലാം എടുത്ത് കള്ളക്കട ഉണ്ടാക്കാന്ന് വിചാരിച്ചോടാ നീ? നേടാ അമ്മാടി. കൊള്ളാമല്ലോടാ നീ, കൊള്ളാമല്ലോടാ നിന്റെ രോഗം. കൊല്ലം രോഗമൊന്നും മാറിയില്ലടാ. 10 കഴിഞ്ഞ് വെച്ചിരിക്കുന്നത് എന്തിയടാ? 10 കഴിഞ്ഞ് വെച്ചത് 10 കഴിഞ്ഞ് വെച്ചെന്ന് പറഞ്ഞാൽ 2019 2020 നീ പോലെ ആടിയല്ലോടാ. 2026 നിന്റെ തോന്നൽ രോഗം മാറിയില്ല. നല്ലപോലെ ചികിത്സിച്ചു കൊണ്ടുപോയി. നിന്റെ തോന്നൽ രോഗം മാറാൻ നല്ലപോലെ കൊണ്ട് ചികിത്സിക്കാറില്ലേ? നല്ലപോലെ കൊണ്ട് ചികിത്സിക്കുന്നു കേട്ടോ. നീ കൊണ്ട് ചികിത്സിക്കണം നല്ലപോലെ. നീ കൊണ്ട് ചികിത്സിക്കും നിന്റെ രോഗം മാറാൻ. തോന്നൽ രോഗം കൊണ്ട് ചികിത്സിക്കണേ. മുതുവട്ടുകൾ നടക്കുക. അല്ലാണ്ട് ഒത്തുമ്പോലൊക്കെ പിടിച്ച് മറിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുക. കുറെ മുതുവട്ടുകൾ ഇങ്ങനെ നടക്കുക. മുതുവട്ടുകൾ ക്രിമിനൽ വട്ടുകൾ നടക്കുക. കുറെ ക്രിമിനൽ വട്ടുകൾ പോയി ചികിത്സിക്കണം നല്ലപോലെ. വട്ടൊക്കെ മാറുന്നില്ല. നിന്റെ തോന്നൽ വട്ടൊക്കെ മാറുകടാ. എന്റെ പെണ്ണുങ്ങളുടെ പ്രമാണമൊക്കെ അടിച്ചു മാറ്റാൻ നടക്കുക. എന്റെ വസ്തുക്കളൊക്കെ നിൽക്കാനില്ല. നീ പോയി ചികിത്സ ചെയ്ത് നിന്റെ തോന്നലൊക്കെ മാറിയില്ല. അന്നത്തോടെ 2020 നിന്റെ തോന്നലൊക്കെ മാറിയില്ല. 26 ഞങ്ങളെല്ലാം നിന്നെ നല്ലപോലെ ഇരുന്നോണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഇത് അടച്ചത് ടാക്സ് അടയ്ക്കുന്നതൊക്കെ നല്ലപോലെ ഇരുന്നുണ്ട്. എന്തുവാ നിന്റെ മോനെയും കെട്ടിയേക്ക് നടക്കുക. തോന്നൽ രോഗം എന്റെ മാറിയില്ല ഇതുവരെ. കണ്ടവരുടെ പ്രമാണവും ഇതൊക്കെ എടുക്കുന്ന തോന്നൽ രോഗമുണ്ട്. 10 എഴുതി വെച്ച് പോലും നിന്റെ മാറിയില്ല ഇതുവരെ തോന്നൽ രോഗം. 10ന്റെ പ്രമാണമൊക്കെ മാവേലിക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരുന്നത് നീ അറിയില്ലായിരുന്നോ? നിന്റെ തോന്നൽ രോഗം മാറിയില്ലയോ? നിന്റെ തോന്നൽ രോഗം നല്ലപോലെ ചികിത്സയുടെ കള്ളക്കൂട്ടങ്ങളെ. ഇവിടെ കള്ളക്കൂട്ടങ്ങളെ നല്ലപോലെ നിന്റെ തോന്നൽ രോഗം ചികിത്സ ചെയ്ത് നീയൊക്കെ ഒത്തിരി കള്ളക്കടകളൊക്കെ ഉണ്ടാക്കി നീ അവിടെ എവിടെയൊക്കെ കയറി. നീ കുറെ കള്ളക്കടകൾ. നിനക്ക് മയക്കുമരുന്നും കള്ളൊക്കെ കുടിക്കുമ്പോൾ നിനക്ക് രോഗം കൂടും. നിനക്ക് മയക്കുമരുന്നും ആനയമയറ്റിയൊക്കെ പിന്നെ കുടിച്ചു കഴിയുമ്പോൾ നിനക്കൊക്കെ ഭയങ്കര രോഗമാണെന്ന് അറിയാൻ എനിക്ക്. നിനക്ക് ബോധക്കേടുണ്ടാവും. ബോധക്കേടാ നിനക്കൊക്കെ ബോധക്കേട്. നിനക്കൊക്കെ ആനയമയറ്റിയും കള്ളും കുടിച്ചു ഇതും കഴിയുമ്പോൾ നിനക്കൊക്കെ നല്ല ബോധക്കേടാണ്. നീ കള്ളക്കടകൾ ഉണ്ടാക്കുന്നത്. കള്ളക്കടകൾ നിന്റെ മോൻ കണ്ടവരുടെ കൂടെ കിടക്കുന്നതും കണ്ടെടുത്ത് കയറുന്നതും നീ കണ്ടെടുത്ത് കയറുന്നതും ഒക്കെ കഥയുണ്ടാവുന്നത്. നല്ല ബോധക്കേടിന്റെ കഥയാണ് അത്. നല്ല ബോധക്കേടാ. ആനയമയറ്റിയൊക്കെ കുടിച്ചു കഴിയുമ്പോൾ ഭയങ്കര ബോധക്കേടാ. നിനക്കൊന്ന് തോന്നുക. പലതും തോന്നും ഇതുപോലെ. ആനയമയറ്റിയൊക്കെ 5-6 വട്ടം പോയി കുടിക്കുന്ന ആൾക്കാർക്ക് അറിയാം എല്ലാവർക്കും. ആനയമയറ്റിയൊക്കെ 5-6 വട്ടം കുടിച്ചേച്ച് നിനക്ക് ഭയങ്കര തോന്നലാ. നീ പോയി നല്ലപോലെ ചികിത്സ ചെയ്യണം നിന്റെ തോന്നലിന്. ആനയമയറ്റി മയക്കുമരുന്നും എല്ലാം അടിച്ച് നടക്കുക അതിന് തോന്നൽ രോഗം. അതിന് തോന്നുവാങ്ങ്. അവന് 2020 ഇതുപോലെ കുറെ തോന്നി. അവന് 2020 കുറെ തോന്നി. ഒന്നും നടന്നില്ല. തോന്നിയത് ഭയങ്കര തോന്നലായിരുന്നു അവന്. ഞാൻ 10 എഴുതി വെച്ചത്. അവനൊന്ന് ഭയങ്കര തോന്നലായിരുന്നു. ഞാൻ 10 എഴുതി വെച്ചത്. എന്റെ പ്രമാണം എല്ലാം മാവേലിക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇരിക്കുകയായിരുന്നു. 10 എഴുതി വെച്ച് പോലും. തോന്നൽ രോഗം കൊണ്ട് പോടാ നീ. നിന്റെ തോന്നൽ രോഗം നീ ഇങ്ങോട്ട് അറിയണ്ട. എന്റെ 10 മതിയെന്ന് മാത്രം എഴുതാനുള്ളതല്ലടാ കേട്ടോ. അതെന്റെ പേരിൽ ഇരിക്കാനുള്ളതാ. കണ്ടവരൊന്നും എഴുതാനില്ല. നടക്കുക കുറെ അമ്മാരും. തോന്നൽ രോഗമൊക്കെ എന്നെ പോയി ചികിത്സ ചെയ്താ നിനക്ക്. ഈ 2020 കുറെ തോന്നൽ രോഗമൊക്കെ എടുത്തതാ. നീ കുറെ കള്ളക്കറി പോലെ ഉണ്ടാക്കിയതാ. 2020 10 എഴുതി വെച്ചെന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് അവസാനം ഗോവി കളിച്ചു പോയി. എന്റെ വസ്തുവിന്റെ പ്രമാണം എല്ലാം മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു. മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ കേട്ടോടാ. നിന്റെ മോനാരാടാ കണ്ട കേട്ട. നിന്റെ മോനെ നിന്റെ വെല്ലുവിളിക്ക് കൊണ്ട് കൊടുക്കണം. കണ്ട പെണ്ണുങ്ങളെ അവരോട് വീട്ടിൽ നീ കടയുണ്ടാക്കുന്നു. നീ ഓൺലൈൻ കട. നിന്റെ ഓൺലൈൻ കടയൊന്നും ഇങ്ങോട്ട് വേണ്ട. നിന്റെ കള്ളക്കടകളൊക്കെ ഫോണിൽ കൂടുള്ള കള്ളക്കടകളൊക്കെ ഇത് കുറെ ഹാക്ക് ചെയ്ത് വെച്ച് കുറെ കള്ളക്കടകളൊക്കെ കണ്ടവന്മാരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ നിന്റെ മോന് മെസ്സേജും നിന്റെ ആർക്കും മെസ്സേജ് അയക്കുന്നില്ലടാ. നിന്റെ പോലെ ഒരു മെസ്സേജ് ഞങ്ങൾ അയക്കുന്നില്ല. നീ കൊണ്ട് കൊടുക്കണമെന്ന് വെച്ചാല് നിന്റെ കള്ളക്കട നീ നല്ലപോലെ മരുന്ന് വാങ്ങി കഴിക്കണം. നിന്റെ ആനയമയറ്റി കടയൊക്കെ ആനയമയറ്റിയും കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് നിനക്ക് കുറെ കടകളൊക്കെ തോന്നുന്നുണ്ട്. നല്ലപോലെ നീ 5, 6, 7, 8 പ്രാവശ്യം നീ ആനയമയറ്റിയൊക്കെ കുടിക്കാൻ നാട്ടുകാർ കാണുന്നുണ്ട് പോകുന്നത്. നാട്ടുകാർ നല്ലപോലെ പറയുന്നുണ്ട്. 5, 6 പ്രാവശ്യം ആനയമയറ്റി കഴിക്കണമെന്ന് നിനക്ക് തോന്നലാണ്. നീ തന്നെ ചികിത്സിക്കണം. നല്ല തോന്നൽ രോഗം. നീ രക്ഷപ്പെടാൻ എന്നിട്ട് എന്റെ വീട്ടിലെ പ്രമാണം കിട്ടാനുകൊണ്ട് പിന്നെ അജയിച്ചിട്ട് എന്റെ പാസ്പോർട്ട് എടുത്ത് ആൾക്കാർ ചിരിക്കുക. പാസ്പോർട്ട് വെച്ച് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ഇന്ത്യയിൽ